ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോഡൽ എക്സാമിൻ്റെ 13ാമത്തെ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യനാണ് അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് ആയിരിക്കും, എക്സ് 1നേക്കാളും വലുതാണെങ്കിൽ എപ്പോഴും ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് ഫസ്റ്റ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എക്സ് ഇവിടെ ശ്രദ്ധിച്ചോ, 1ൻ്റെ മുകളിലേക്കും താഴേക്കും 2 വാല്യൂസാണ്. അപ്പോൾ നമുക്ക് ആദ്യം 1ൻ്റെ മുകളിലേക്കുള്ളത് എടുത്ത് നോക്കാം. എക്സ് 2 എന്നെടുത്താൽ വൈ എന്താ വരിക? 1നേക്കാളും വലുതാണെങ്കിൽ ഫംഗ്ഷൻ എന്താ? 1 അല്ലേ. അപ്പോൾ വൈ എന്തായിരിക്കും? 1 വരും. ഇനി എക്സ് 3 എന്നെടുത്തു, അപ്പോഴും 1നേക്കാളും വലുതാണ് എക്സ്, അപ്പോൾ ആൻസർ എന്താ? 1. അഥവാ എക്സ് 1നേക്കാളും വലുതാണെങ്കിൽ എക്സ് ഇതാ ഇവിടെ 1 ഉണ്ട്, ഈ 1നേക്കാളും വലുത് ഏതൊരു വാല്യൂ കൊടുത്താലും ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. വൈ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? ഓക്കെ, എന്താ 1 വരും, 2 ആയാലും 1, 3 ആയാലും 1, 4 ആയാലും 1. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? വൈൻ്റെ മുകളിലേക്ക്. ഓക്കെ, ഇനി അതേപോലെ എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ കുറച്ച് വാല്യൂസ് എടുക്കുക. എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ 0 എടുത്തു. എക്സ് 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് ആണ്. എന്താണോ നമ്മൾ എടുക്കുന്നത് അത് തന്നെയാണ് വരിക. എക്സ് ആണെങ്കിൽ എക്സ്, 0 ആണെങ്കിൽ 0 വരും. 2 -1 ആണെങ്കിൽ -1 വരും. എക്സ് -2 ആണെങ്കിൽ വൈയും എന്താ വരിക? വൈ ഈക്വൽ ടു എക്സ് അല്ലേ. -2 ആണെങ്കിൽ -2 വരും. അപ്പോൾ 0 ആണെങ്കിൽ 0 വരും, ഗ്രാഫിൽ മാർക്ക് ചെയ്യുക. -1 ആണെങ്കിൽ -1 വരും, -2 ആണെങ്കിൽ -2 വരും. ഇത് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അടുത്ത ഗ്രാഫും കിട്ടും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ മുകളിലേക്കാണെങ്കിൽ ഫുൾ ആൻസർ എന്താ? എക്സ് 1നേക്കാളും കൂടുതലാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. എക്സ് 1നേക്കാളും കുറവാണെങ്കിൽ അതെന്തായിരിക്കും? എക്സ് ആയിരിക്കും. അത് 0 ആണെങ്കിൽ 0 ആയിരിക്കും, -1 ആണെങ്കിൽ -1 ആയിരിക്കും, -2 ആണെങ്കിൽ -2 ആയിരിക്കും. അപ്പോൾ ഇതിലൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ വരച്ചാൽ മതി. 0യിലൂടെ ആണെങ്കിൽ ഈ ലൈൻ പാസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് ഗ്രാഫ് വരക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഈ ഗ്രാഫിൽ നിന്ന് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് കണ്ടെത്താൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? വൈ വാല്യൂ അല്ലേ. റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ വാല്യൂ ആണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് വാല്യൂ ആണ്. അപ്പം ഇപ്പോൾ റേഞ്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഗ്രാഫ് വരച്ചിട്ടാണ് റേഞ്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ വൈ ആക്സിസിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഹൊറിസോണ്ടൽ ലൈന് വരക്കുക. ഈ ലൈന് ഈ ഗ്രാഫിന് തട്ടുന്നുണ്ടോ എന്ന് നോക്കുക. തട്ടുന്ന പോയിന്റുകളാണെന്ത്? റേഞ്ച്. ഇവിടെയൊക്കെ തട്ടുന്നുണ്ട് അല്ലേ, മുകളിലേക്കൊക്കെ വരക്കുമ്പോൾ ഗ്രാഫുമ്പോൾ തട്ടുന്നുണ്ട്. പക്ഷേ ഈ 1ൻ്റെ മുകളിലേക്ക് വരച്ചാൽ ഈ ലൈന് എപ്പോഴെങ്കിലും ഗ്രാഫിന് തട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ 1ൻ്റെ മുകളിലേക്കുള്ള ഒരു പോയിൻറ്റും എന്തിൽ വരില്ല? റേഞ്ചിൽ വരില്ല. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈ ആക്സിസിലൂടെ എക്സിന് ഹോറിസോണ്ടലായിട്ട് വരച്ചാൽ അത് ഗ്രാഫിൽ തട്ടുന്നുണ്ടെങ്കിൽ ആ വൈ ആക്സിസിലെ പോയിൻ്റാണ് എന്ത്? റേഞ്ച്. പക്ഷേ 1ൻ്റെ മുകളിലേക്ക് വരച്ചാൽ അത് ഗ്രാഫിനെ മീറ്റ് ചെയ്യൂല. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏത് വരെ വരുന്നുള്ളൂ? 1 വരെ. ഇതിൻ്റെ താഴത്തേക്ക് ഏത് നമ്പർ എടുത്ത് വരച്ചാലും ഗ്രാഫിൽ തട്ടും. അപ്പോൾ ഇവിടെ ലാസ്റ്റ് എന്താ ഉണ്ടാവുക? -∞. ദെർഫോർ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സിനെ എങ്ങനെ പറയാം? റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -∞ മുതൽ ഏത് വരെയാണ്? 1 വരെ. 1ഉം പെടും അല്ലേ. അപ്പോൾ 1 വരെ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ക്ലോസ്ഡ് ഇൻ്റർവൽ. 1 ഉൾപ്പെടുന്നത് കൊണ്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ 1 കൊടുക്കണം. ഇൻഫിനിറ്റിൻ്റെ അവിടെ എന്ത് കൊടുക്കണം? ഓപ്പൺ ഇൻ്റർവൽ. കാരണം 1ൻ്റെ നേരെ നമ്മൾ വരച്ചു, 1ൻ്റെ നേരെ വരച്ചാൽ എന്ത് ചെയ്യും? ഗ്രാഫിൽ മീറ്റ് ചെയ്യും. ദെർഫോർ ഇവിടെ എന്ത് കൊടുക്കണം? ക്ലോസ്ഡ് ഇൻ്റർവൽ. ഇനി ഇവാലുവേറ്റ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് ആസ് എക്സ് ടെൻസ് ടു 1 എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇവാലുവേറ്റ് ഞാനിവിടെ ചെയ്യാം കേട്ടോ, ശ്രദ്ധിച്ചോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കും നമ്മൾ ഗ്രാഫിൽ നോക്കിയിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എക്സ് ടെൻസ് ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് 1 ആകുമ്പോൾ ഈ എക്സിൻ്റെ ലെഫ്റ്റിൽ വരുന്ന വാല്യൂവും റൈറ്റിൽ വരുന്ന വാല്യൂ ആണ് നോക്കണ്ടേ. എക്സിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ വരുന്ന വൈ വാല്യൂ, അപ്പോൾ അതിൻ്റെ തൊട്ട് നേരെ നമ്മൾ വരക്കുക. വൈ ഗ്രാഫ് തട്ടു, അതിൻ്റെ നേരെ നോക്കുക. വൈ എത്രയാണ് വരുന്നത്? 1നോട് അടുത്തല്ലേ. അതേപോലെ അതിൻ്റെ റൈറ്റ് നോക്കുക. 1ൻ്റെ തൊട്ട് അടുത്തുള്ള റൈറ്റ് സൈഡത്തെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അവിടുന്ന് ഗ്രാഫിലേക്ക് വരക്കുക. അത് ഗ്രാഫിൽ തട്ടുന്ന പോയിൻ്റ് നേരെ വരുന്ന വൈ നോക്കുക. അതും ആൻസർ എന്താ? 1 ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ?
1 ആണ്. ഫ്രം ദി ഗ്രാഫ് എന്ന് കൊടുത്താൽ മതി, കാരണം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇനി അങ്ങനെ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കുക, ഇവിടെ വെച്ചിട്ട് ഇത് 2 ആവുന്നുണ്ട്, എക്സ്റ്റെൻസ് ടു 1. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റിൽ ലിമിറ്റ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് കാണണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണണം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. ഈ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റ് മനസ്സിലാക്കി. ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് മാറുന്നത്? 1 എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് ഈ ഫംഗ്ഷൻ മാറുകയാണ്. സോ 1ൻ്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ എന്തെടുക്കേണ്ടത്? അഥവാ എക്സ് 1നേക്കാളും വലുതാവുകയാണെങ്കിൽ, എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഫംഗ്ഷൻ 1ഉം, എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ? എക്സും ആണ്. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ 1ൻ്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ എന്താ? 1 ആണ്. 1ൻ്റെ ലെഫ്റ്റ് സൈഡ് പറഞ്ഞാൽ 1 എക്സ് 1നേക്കാളും ചെറുതാണ്. അവിടെ എക്സ് ഫംഗ്ഷൻ എന്താ വരിക? എക്സ് ആണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോൾ 1ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ എടുക്കുക. ഏതാണ്? എക്സ് എന്ന് കൊടുക്കുക. ഈക്വൽ ടു ലിമിറ്റ് എങ്ങനെ കാണും? നമ്മൾ ഫംഗ്ഷനിൽ എക്സിന് പകരം ഈ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? എക്സ് എന്നുള്ളത് എന്താവും? 1 എന്നാവും. സോ ആൻസർ എന്താ? 1. ഇനി ഇതേപോലെ നമ്മൾ എന്ത് കാണണം? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണണം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇതേപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 റൈറ്റിലെ ഫംഗ്ഷൻ, 1ൻ്റെ റൈറ്റിൽ വരുന്ന ഫംഗ്ഷൻ ഏതാണ്? 1 ആണ്. അപ്പോൾ 1 എടുക്കുക. സോ 1 പറഞ്ഞാൽ ഇവിടെ എന്താണ്? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. എക്സ് ഇല്ല. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എപ്പോഴും ആൻസർ തന്നെ ആയിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അവിടെ 1 ഇല്ല. 1 അല്ലേ? സോ നമുക്കിവിടെ എന്ത് കിട്ടി? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. 2 ലിമിറ്റും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് അഥവാ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇങ്ങനെയും ചെയ്യാം. സിമ്പിളായിട്ട് ഗ്രാഫിൻ്റെ ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആൻസർ നമുക്ക് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. ഫ്രം ദി ഗ്രാഫ് എന്ന് എഴുതിയാൽ 1 മാർക്കാണ്. അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. 1ൽ വെച്ച് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ പോയിന്റിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണണം. ഈ 2 വാല്യൂസും സെയിം ആയാൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എഫ് ഓഫ് എക്സ് ആസ് എക്സ് ടെൻസ് ടു 1 ഈക്വൽ ടു 1 എഴുതാം. അത് രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ എന്ത് എഴുതണം? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 14ാമത്തെ ക്വസ്റ്റ്യനാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ ഏതാ ചാപ്റ്റർ എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിക്കോ. ഇൻ ഹൗ മെനി വേയ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതേതാ ചാപ്റ്റർ ഏതാ? യെസ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ വായിച്ചു നോക്കട്ടോ. ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിൽ 10 യെല്ലോ ബോളും 7 ഗ്രീൻ ബോളും 6 വൈറ്റ് ബോളും ഉണ്ട്. അഥവാ ടോട്ടൽ എത്രയായി? 23 ബോൾസ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി വേയ്സ് 3 balls ക്യാൻ ബി സെലക്റ്റഡ്. ഇതിൽ നിന്ന് നമുക്ക് എത്ര രീതിയിൽ 3 ബോളുകൾ തിരഞ്ഞെടുക്കാം? സെലക്ടിങ് എന്ന് വന്നാൽ ആലോചിച്ചോ. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വരിക? കോമ്പിനേഷനാണ്, പെർമ്യൂട്ടേഷൻ അല്ല, കോമ്പിനേഷനാണ്. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ആകെ മൊത്തം 23 ബോളുകളുണ്ട്. 23 ബോളുകളിൽ നിന്ന് 3 ബോളുകൾ എത്ര രീതിയിൽ തിരഞ്ഞെടുക്കാം? അല്ലെങ്കിൽ 23 ബോളുകളെ 3 ബോളുകൾ വീതമുള്ള എത്ര കോമ്പിനേഷൻസ് ഉണ്ടാവാം? അതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇതെന്താ? കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സി. ടോട്ടൽ 23 ബോൾസ് ഉണ്ട്. അതിൽ നിന്ന് കോമ്പിനേഷൻസ് എടുക്കണം. എത്ര ബോൾസ് ഉണ്ടാ? 3 കോമ്പിനേഷൻ. സോ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 23C3. അത് നിങ്ങൾ കാൽക്കുലേറ്റർ നോക്കിയിട്ട് അതിൻ്റെ ആൻസർ എഴുതിയാൽ മതി. ഓക്കെ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ 3 ബോളും സെയിം കളറാവാൻ എത്ര രീതിയിൽ, സെയിം കളറായിട്ട് എത്ര രീതിയിൽ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സെയിം കളർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 3 കളറുള്ളത്. അപ്പോൾ എടുക്കുന്ന 3 ബോളും ഒരേ കളറാവണം. പക്ഷെ നമുക്ക് 3 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3 ബോളും എന്താവാം? യെല്ലോ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 3 ബോളും എന്താക്കി എടുക്കാം? ഗ്രീനായിട്ട് എടുക്കാം. അല്ലെങ്കിൽ 3 ബോളും എന്തായിട്ട് എടുക്കാം? വൈറ്റ് ആയിട്ട് എടുക്കാം. അല്ലേ? സെയിം കളർ എന്നുള്ളത് നമുക്ക് 3 രീതിയിൽ എടുക്കാം. 3ഉം യെല്ലോ ആവാം, അല്ലെങ്കിൽ 3ഉം ഗ്രീൻ ആവാം, അല്ലെങ്കിൽ 3ഉം എന്താവാം? വൈറ്റ് ആവാം. അപ്പോൾ 3 യെല്ലോ ബോൾ എത്ര രീതിയിൽ എടുക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ആകെ യെല്ലോ ബോൾ എത്ര ഉണ്ട്? 10 എണ്ണം. ഇതിൽ നിന്ന് നമ്മൾ എത്ര ബോൾ യെല്ലോ എടുക്കുന്നത്? 3 എണ്ണം. സോ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 10 യെല്ലോ ബോളിൽ നിന്ന് 3 യെല്ലോ ബോൾ 10C3. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിക്കോ, ഓർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
പ്ലസ് ആയിരിക്കും. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻറ്റു, മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. എങ്കിൽ നിങ്ങൾ പറ 3 ഗ്രീൻ ബോൾ എത്ര രീതിയിലെടുക്കാം? നമുക്ക് ആകെ ഗ്രീൻ ബോൾ എത്ര ഉണ്ട്? 7 ഗ്രീൻ ബോൾ ഉണ്ട്. സോ 7 ഗ്രീൻ ബോളിൽ നിന്ന് 3 ഗ്രീൻ ബോൾ 7C3 ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ്. അടുത്തതോ 6 വൈറ്റ് ബോൾ ഉണ്ട്. അപ്പോൾ 6C 3 വൈറ്റ് ബോൾ എടുക്കണം 6C3. സോ ഇതിൻ്റെ വാല്യൂ കാണുക, നിങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? സിമ്പിളാണ്. ഇനി ഡിഫറൻറ്റ് ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റും കേട്ടോ. 10C3 7C3 6C3 അല്ലാത്ത മെത്തേഡും ഉണ്ട്, അത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് ഡിഫറൻറ്റ് കളേഴ്സ് എങ്ങനെ എടുക്കാം? അതായത് നമ്മൾ 3 ബോൾ എടുക്കുന്നുണ്ട്, 3 ബോളും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കണം. അഥവാ 3 ബോളുള്ളത് ഒരു ബോൾ എന്തായിരിക്കണം? യെല്ലോ ആയിരിക്കണം. അഥവാ എങ്ങനെയാണ് വരിക? 1 യെല്ലോ ആൻഡ് അല്ലേ, ഒരു യെല്ലോ ആൻഡ് ഒരു ഗ്രീൻ, 1 ഗ്രീൻ ആയിരിക്കണം ആൻഡ് 1 വൈറ്റ് ആയിരിക്കണം. ഇങ്ങനെയല്ലേ? 3 കളർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മഞ്ഞ, ഒരു പച്ച, ഒരു വെള്ള. 1 യെല്ലോ ആൻഡ് 1 ഗ്രീൻ ആൻഡ് 1 വൈറ്റ്. അപ്പോൾ ആൻഡ് ആണ് അവിടെ വരിക കേട്ടോ, ഡിഫറെൻറ്റ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1 യെല്ലോ നമുക്ക് എത്ര രീതിയിൽ തിരഞ്ഞെടുക്കാം? 10C1 അല്ലേ, 10 എണ്ണത്തിൽ നിന്ന് 1 ഇൻറ്റു ഒരു ഗ്രീൻ 7C1 ആൻഡ് ഇൻറ്റു 6C1. C1 എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് തന്നെയാണ്? 10 തന്നെ. 10C1 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 7C1 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 6C1 എന്ന് പറഞ്ഞാൽ 6. സോ ആൻസർ എന്ത് വരും? 420 വേസ്. ഓക്കെ ആണല്ലോ മക്കളെ? സിമ്പിൾ ചാപ്റ്ററാണ്, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കിട്ടുന്ന ചാപ്റ്റേഴ്സാണ് ഇതെല്ലാം കേട്ടോ. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.